തിരുവനന്തപുരം അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായി അഞ്ചുതെങ്ങ് സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നു. 5 ലക്ഷം ലിറ്റർ വെള്ളം എപ്പോഴും സ്വന്തമായി ഉണ്ടാകുമെന്നതും ഇതിൽ 4 ലക്ഷം ലിറ്റർ ഓവർഹെഡ് ടാങ്കിലും താഴെയുള്ള സമ്പിൽ 1 ലക്ഷം ലിറ്ററും എന്ന ക്രമത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു പറഞ്ഞു. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയമാണ് കുടിവെള്ളം. പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയങ്ങളൊന്നായി കുടിവെള്ളം മാറിയിരിക്കുക. മാറി മാറി നമ്മുടെ പഞ്ചായത്തും അതുപോലെ ഗവൺമെൻറ്റും ഒക്കെ തന്നെ ഭരണത്തിൽ വരുന്നെങ്കിലും ഈ കുടിവെള്ള വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ സംസ്ഥാന ഗവൺമെൻറ് പല പദ്ധതികളും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കുമ്പോൾ ആ പദ്ധതിയുടെ പേരിൻ്റെ ഒരു ഭാഗമായി അഞ്ചുതെങ്ങ് കൂടെ ഉണ്ടാവും. പക്ഷെ അഞ്ചുതെങ്ങിന് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്നതാണ്. ഡച്ച് ഡാനിഷ് ഗവൺമെൻറ് സഹായത്തോടു കൂടി ആദ്യം ഒരു കുടിവെള്ള പദ്ധതി പാക്കേജ് വന്നപ്പോഴും അഞ്ചുതെങ്ങ് മൊത്തം കുടിവെള്ള പാക്കേജ് കൊണ്ടാണ് വന്നത്. പക്ഷെ നമുക്കതിൻ്റെ ഒരു പൂർണ്ണമായ രൂപത്തിൽ സഹായം കിട്ടുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ 1-2 ദിവസങ്ങളാണ് വെള്ളം ലഭ്യമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അത് 7 ദിവസത്തിൽ ഒരു ദിവസം വെള്ളം കിട്ടുന്നത്. വളരെ സങ്കീർണം. അത് ആ 7-ൻ്റെ അന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ആഴ്ച പിന്നെ നമുക്ക് വെള്ളം കിട്ടുന്നത് 14 ദിവസവും പിന്നെ വെള്ളം വരുന്നത്. അത്രയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പുതിയ ഭരണസമിതി നിലവിൽ വരുമ്പോൾ ഈ വിഷയം ഇവിടെ വലിയ സങ്കീർണമായി നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം JJM പദ്ധതി വന്ന സമയത്ത് നമുക്ക് ഈ പദ്ധതി എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്നത്. അത് ഇരുന്ന ഭരണസമിതികളുടെ ഒരു പിടിപ്പുകയാണ് JJM പദ്ധതിയിലുണ്ടായത്. കാരണം JJM പദ്ധതിയിൽ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിരുന്നുവെങ്കിൽ ഈ തുകയിലല്ല, അതിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ നമുക്ക് ചെയ്ത് നമ്മുടെ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഈ പുതിയ സമിതി അവിടെ പുതിയ ടാങ്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി നമുക്ക് ലഭ്യമാകുമെന്ന് പറയണം. പക്ഷെ എന്താ നമുക്കറിയാം, ഓരോ ഘട്ടം കഴിയുമ്പോഴും പുതിയ ഉപഭോക്താക്കളുടെ എണ്ണം കൂടുമ്പോൾ വെള്ളത്തിന് ലഭ്യത കുറയണം. അതുകൊണ്ട് ആറ്റിങ്ങിൽ നിന്ന് നമ്മുടെ ടാങ്കിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ, നമുക്ക് മാത്രമായി ലൈൻ വന്നാൽ കുറച്ചുകൂടി വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂടി ഒരു ശ്രമം നമ്മൾ ഈ മന്ത്രിയുടെ ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. 4 ലക്ഷം ലിറ്റർ വെള്ളം മുകളിലത്തെ ടാങ്കിലും താഴെ സബിൽ നമുക്ക് 1 ലക്ഷം ലിറ്റർ, അങ്ങനെ 5 ലക്ഷം ലിറ്റർ വെള്ളം നമുക്ക് എപ്പോഴും നമ്മുടെ പഞ്ചായത്തിനകത്ത് ലഭ്യമായിരിക്കും. അപ്പോൾ അത് നമുക്ക് മുടങ്ങാതെ നമ്മുടെ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്ന, അപ്പോൾ നമ്മൾ 8 കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ ഒഴിവാക്കി 2,75,00,000 രൂപയിലേക്ക് എത്തുന്നത്. JJMന്റെ ഭാഗമായി പൈപ്പ് ലൈൻ കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെല്ലാം കുറച്ചുകൊണ്ടാണ് ടാങ്കിൻ്റെയും അതിൻ്റെ പമ്പും മാത്രമായിട്ടാണ് ഈ പദ്ധതി. ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു, പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ഒരു വർഷക്കാലം ഇതിൻ്റെ 2023-22 അവസാനം ഇതിൻ്റെ പ്രയത്നം ആരംഭിച്ചാണ്. അത് CRC അടക്കമുള്ള അവിടെ നിന്നൊക്കെ അനുമതി കിട്ടാൻ താമസം ഉണ്ടായപ്പോഴൊക്കെ അനുമതി വാങ്ങി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ തറക്കല്ലിട്ട് കഴിയുമ്പോൾ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഇതിൻ്റെ പദ്ധതി പൂർത്തിയാക്കണം എന്നാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർമാരും അതുപോലെ എടുത്ത കോൺട്രാക്ടറുമായി നമ്മളൊരു ധാരണയായിരിക്കും. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അഞ്ചുതെങ്ങ് സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വി ശശി MLA അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. അടൂർ പ്രകാശ് MP, വി ജോയ് MLA, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC, ജില്ലാ പഞ്ചായത്ത് അംഗം R സുഭാഷ്, അഞ്ചുതെങ്ങ് ഫെറോണ വികാരി ഫാദർ ജസ്റ്റിൻ ജൂഡ്, അഞ്ചുതെങ്ങ് ഇടവക വികാരി ഫാദർ ലൂസിയാൻ തോമസ് തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് അഞ്ചുതെങ്ങിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. MLA ഈ ശശി അവറുകളാണ് എൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ പരിപാടി ഔപചാരികമായി പ്രവർത്തന ഉദ്ഘാടനം നടത്തും. യോഗത്തിൽ ഇതിൻ്റെ റിപ്പോർട്ട്, ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള വിശദീകരണം സന്തോഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തും. മുഖ്യ അതിഥികളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MP അടൂർ പ്രകാശ്, അതുപോലെ വി ജോയ് MLA. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിലേക്ക് വേണ്ടി നമ്മുടെ പള്ളി ഫെറോണ വികാരിയായിട്ടുള്ള ജസ്റ്റിൻ ജൂഡും അതുപോലെ അഞ്ചുതെങ്ങ് ഫെറോണ വികാരി ഫാദർ ലൂസിയാൻ തോമസും സംസാരിക്കണം. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC, ജില്ലാ പഞ്ചായത്ത് മെമ്പറും വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് മെമ്പറുമായിട്ടുള്ള R സുഭാഷ്, വൈസ് പ്രസിഡന്റ് ലിജ ബോസ്, അതുപോലെ ബ്ലോക്കിൻ്റെ ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിൻ, പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BN ശൈരാജ്, സ്റ്റീഫൻ ലൂയിസ്,
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫ്ലോറൻസ് ജോൺസൺ, അതുപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള സാബു, അതുപോലെ ബ്ലോക്ക് മെമ്പർ ജയ ശ്രീരാമൻ, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള സരിത, ദിവ്യ ഗണേഷ്, സജി സുന്ദർ, ഡോൺ ബോസ്കോ, സോഫിയ ജ്ഞാനദാസ്, ഷീമ ലെനിൻ, യേശുദാസൻ സ്റ്റീഫൻ, ജൂഡ് ജോർജ്, മിനി ജൂഡ്, കേരള കോൺഗ്രസിൻ്റെ ചെറിയ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കെ പുഷ്കരൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാനും മുൻ പ്രസിഡന്റുമായിട്ടുള്ള സി പയസ്, സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അഞ്ചുതങ്ങ സുരേന്ദ്രൻ, മത്സ്യഫെഡ് ബോർഡ് അംഗം ആർ ജെറാൾഡ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് പ്രവീൺ ചന്ദ്ര എന്നിവർ ഇതിനകത്ത് സംബന്ധിക്കുകയും പഞ്ചായത്തിൻ്റെ സെക്രട്ടറി രാജീവ് നന്ദിയും പറയും. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിജ ബോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ഗണേഷ്, ഡോൺ ബോസ്കോ, ഷീമ ലെനിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അഞ്ചുതെങ്ങിൽ എല്ലാ ദിവസവും കുടിവെള്ളം എത്തിക്കുവാൻ കഴിയുമെന്നും അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ, അഞ്ചുതെങ്ങ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.